ഹലോ. നമ്മുടെ ഫാമിലിയിലത്തെ പ്രശ്നങ്ങള്, അതൊക്കെ നമ്മള് തുറന്ന് പറയാനുള്ള സദസ്സുകള് പള്ളിയില് വേണം. പലപ്പോഴും പ്രശ്നങ്ങള് കൂടി, കൂടി, കൂടി ഡിവോഴ്സിൻ്റെ വക്കിലെത്തുമ്പോഴാണ് പള്ളിയിലേക്ക് അത് അറിയുന്നത്, എത്തുന്നത്. അങ്ങനെയല്ല, ഈ നേരത്തെ കാലത്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലായാല് അത് പള്ളിയിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അതിനുള്ള കൗൺസിലിങ്ങിന് വേണ്ടി അവിടെ ഉസ്താദിൻ്റെ അടുത്ത് ഇരിക്കണം. കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. അത് മാത്രം പോരാ, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കും കൂടി കൗൺസിലിങ്ങിന് പോകണം. മേ ബി അയാൾ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കാൻ തരുവാണെങ്കിൽ അത് കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും വട്ടാവും. എല്ലാം ഫ്ലോപ്പായി പോകും. ഇത് ഷെഡിയിൽ അപ്പിയിട്ട് കഴിഞ്ഞാൽ കഴുകത്തില്ല. ഏഹ് അത് അങ്ങനെ തന്നെ നടന്ന് മണത്ത് നാറുന്നു എന്ന പോലെയാണ്. ഒരു സദസ്സ് വേണം നമുക്കെപ്പോഴും സംസാരിക്കാനുള്ള പള്ളികളിൽ തന്നെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ദ്വീപിലത്തെ പ്രശ്നങ്ങൾ വെറും ഈ ലക്ഷദ്വീപത്തെ പ്രശ്നങ്ങൾ വെറും ഈ എന്താണ് കപ്പൽ വരാത്തതും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂള് പൂട്ടിയതും ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ അതും പരിഹരിക്കപ്പെടണം. നമ്മുടെ മക്കൾ മദ്രസയിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, എവിടെ പോയിട്ടും കാര്യമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പരസ്പരം വഴക്കിടുന്ന കുടുംബക്കാർ, ഉമ്മയോട് വഴക്കിടുന്ന മക്കൾ, പിന്നെ അതേപോലെ തന്നെ അയൽവാസികൾ മിണ്ടാത്ത നടക്കുകയാണ്. അയൽവാസികളുമായി മിണ്ടാതെ നടക്കുകയാണ്. പിന്നെ എപ്പോഴും ശത്രുതരാണ്. ബന്ധുക്കളായിട്ടൊക്കെ ശത്രുതയാണ്. ഈ ഒരു ക്ലൈമറ്റ് ജീവിക്കുമ്പോൾ മക്കളും അങ്ങനെ തന്നെ ആവുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ എന്താണ്, മദ്രസയിൽ പോയിട്ട് കാര്യമില്ല, സ്കൂളിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് വട്ടപൂജ്യമാണ്. പേപ്പറിൽ മാർക്ക് കാണുമായിരിക്കാം, പക്ഷെ ലൈഫിൽ വട്ടപൂജ്യം. അപ്പോൾ കൗൺസിലിങ്ങിന് ഉള്ള സദസ്സുകൾ വേണം നമ്മുടെ ദ്വീപിൽ. അത് പള്ളിക്കാരോട് പറയുകയും ചെയ്യണം. പിന്നെ ഈ സ്കൂളിൽ പോയത് കൊണ്ട് എന്താ കാര്യം, മദ്രസയിൽ പോയത് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ശരിയല്ലേ? നമ്മളൊരുപാട് ഫോർവേഡ് ആകാനുണ്ട്. ഇതെല്ലാം കുഴിച്ചു മൂടിയാണ് എല്ലാ പ്രശ്നങ്ങളും. ഈ സ്കൂള് പൂട്ടിയ പ്രശ്നം, അതേപോലെ തന്നെ കപ്പൽ വരാത്ത പ്രശ്നം, ഇത് മാത്രമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കുഴിച്ചു മൂടലല്ല വേണ്ടത്, അത് സോൾവ് ചെയ്യലാണ് വേണ്ടത്. പുറത്ത് പറയാൻ നാണക്കേട്. ഷെഡിയിൽ അപ്പിയിട്ട് കഴിഞ്ഞാൽ ആ ഷെഡിൽ കഴുകണം. അതേപോലെ തന്നെ പുതിയ വേറെ ഷെഡിയുടെ ബോഡി കഴുകണം, വേറെ ഷെഡ് ഇടണം. അല്ലാതെ ഇങ്ങനെ അപ്പിയിട്ട ഷെഡിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മണക്കും നാറും എന്നതുപോലെയാണ് കാര്യങ്ങൾ. ഈ അടുത്ത് നമ്മുടെ ആന്ത്രോ ദ്വീപിൽ നിന്നൊരു താത്ത വന്നിട്ടുണ്ട്. മൂപ്പത്തി പറയാണ് ഞങ്ങൾ പിരിയാൻ പോവാന്ന് പോലും. ഇച്ചിരി മുമ്പ് ഇവരെൻ്റെ വീട്ടിൽ വന്ന് ഇയാളും ഇയാളുടെ ഹസ്ബൻഡും കുഞ്ഞും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. ഇപ്പം പറഞ്ഞ് ഞങ്ങൾ പിരിയാൻ പോവാന്ന് പോലും. ഇത് നമുക്ക് കേൾക്കുമ്പോൾ വല്ലാതെ ഷോക്കാവുന്നു. പിന്നെ മൂപ്പര് കാണുന്നത് വെച്ചാൽ പുള്ളി പണിക്ക് പോകുന്നില്ല, എന്നെ മര്യാദയ്ക്ക് കെയർ ചെയ്യുന്നില്ല. കൊച്ചിയിൽ എവിടെ താമസിക്കുന്നു, എന്താണ് പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാന്ന് പോലും. ഇങ്ങനെയാണ് ഈ പെണ്ണ് പറയണത്. അപ്പം ഇങ്ങനെ അളിയൻ കുറച്ചും കൂടി മൂപ്പരുടെ ഈ പെണ്ണിൻ്റെ ബ്രദറ് ഭയങ്കര സീരിയസ്. നമുക്ക് ശരിയാവൂല, മുതലാവത്തില്ലാന്ന് പറയും. ഈ ആന്ധ്രോത്തിലെ കൾച്ചർ എന്ന് വെച്ചാൽ ഡിവോഴ്സ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറുക്കനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ പെൺകുട്ടികൾ കുറച്ച് കൂടുതലാണ്. നല്ല ഭംഗിയുള്ള പെൺകുട്ടികളാട്ടോ ആന്ധ്രത്തിലെ പെൺകുട്ടികൾ. പിന്നെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നല്ല സ്വഭാവമാട്ടോ. പുതിയാപ്പിള്ളമാർക്ക് ഭയങ്കര വാല്യൂ, ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന നാടൻ നാട്ടുകാരുമാണ് നമ്മുടെ ആന്ത്രോ ദ്വീപുകാർ. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ വേറെ ദ്വീപിൽ നിന്ന് മാരേജ് ചെയ്യേണ്ടി വരും. പൊതുവെ അങ്ങനെ നടക്കും. ഞങ്ങൾ എൻ്റെ ഫാമിലിയിൽ വേറെ ഐലൻഡിൽ നിന്നൊക്കെ മാരേജ് ചെയ്യുന്നത് ഒരേ പള്ളിക്കാരെ ഒത്തുവരാൻ വേണ്ടിയിട്ടാണ് കൂടുതലും. അങ്ങനെ അള്ളാഹു ആലം എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ, എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ആ ചങ്ങാതി എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല? കൊച്ചിയിൽ ഈ അയാളുടെ വൈഫ് പറയണത് കൊച്ചിയിൽ ഒരു ഈർക്കിൽ പൊക്കിയാലും ഭയങ്കര പൈസ കിട്ടും.
കൊച്ചിന്ന് വെച്ചാൽ പൈസ കായ്ക്കുന്ന വലിയൊരു എന്തോ ഒരു മരം എന്ന വിധത്തിലാണ് മൂപ്പത്തിയുടെ ആങ്ങളയും പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കണത് എന്തുകൊണ്ട് ഇയാള് ജോലിക്ക് പോകുന്നു? ഇയാള് പോലും ജോലിക്ക് പോവാതെ പൈസ ആരുടെ കയ്യിന്ന് ആരാൻ്റെയും കയ്യിന്ന് വാങ്ങിച്ചോണ്ട് കടം വാങ്ങിക്കൊണ്ട് ജീവിക്കാന്ന് പോലും. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് കുടുംബസഹിതം വിളിച്ചിരുത്തി സംസാരിക്കണം. ഇനി ഇയാൾക്ക് ജോലിയില്ലെങ്കിൽ ജോലി കിട്ടാനുള്ള എന്തെങ്കിലും ഏർപ്പാടുകളൊക്കെ നമ്മൾ ഒപ്പിച്ചു കൊടുക്കണം. അങ്ങനത്തെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടേ. അയാളെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ എന്നോട് പറയണ കൗൺസിലിങ്ങിന് ഞാൻ ഈ പറയുന്ന അഡ്വൈസ് കൊടുത്തു. കൗൺസിലിങ്ങിന് പോണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ വിളിച്ചാൽ വരില്ല. അയാളെ വിളിച്ചാൽ നമ്മളെ കൗൺസിലിംഗ് ഇങ്ങോട്ട് ചെയ്യും എന്നൊക്കെ മുപ്പത്തിയുടെ ആങ്ങള ഇങ്ങനെ. അപ്പം പക്ഷേ ഫാമിലിയായിട്ട് അയാളുടെ ഫ്രണ്ട്സിലൂടെ അയാളെ വിളിക്കണം. വിളിച്ച് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അയാൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം. എന്നിട്ട് അവരെ ജീവിക്കാൻ വിടണം സന്തോഷത്തോടു കൂടി. അളിയന്മാരല്ല ജീവിക്കേണ്ടത്. ഇനി വേറൊരുത്തനെ കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴും ഇത് ശരിയാവില്ല എന്നല്ല പറയാൻ വേണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അങ്ങനെ. അപ്പോൾ ഇയാളുടെ പ്രശ്നം മേ ബി ഹെഡ് വെയ്റ്റ് ആണെങ്കിൽ ഹെഡ് വെയ്റ്റ്, വേറെ വല്ലതുമാണെങ്കിൽ അതെന്താണെന്നറിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഇങ്ങനെ കുറേ കേസ് കുറ്റം പറഞ്ഞുകൊണ്ട് അയാളെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഞങ്ങളുടെ ഒരു പരിചയത്തുള്ളൊരു വീടെന്ന് പറയാം. അപ്പം ഹസ്ബൻഡും വൈഫും തമ്മിൽ അടിയും ഇടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇയാളുടെ വൈഫിന് മെഡിസിൻ കഴിക്കാൻ വേണ്ടി ഡോക്ടർ കൊടുത്തു. സൈക്കാട്രിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഈ സ്വന്തം പെണ്ണിൻ്റെ ഉമ്മ പറയുന്ന വർത്തമാനം, മോളെ നീ അത് കഴിക്കരുത്, നിന്നെ ഭ്രാന്തത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് നീ കഴിക്കരുതെന്ന് പോലും. ഇന്നത്തെ സെഞ്ച്വറിയിൽ ഇങ്ങനത്തെ വിവരം കെട്ട വിഡ്ഢികൾ ഈ എട്ടാവട്ടത്ത് ഈ ലക്ഷദ്വീപിലെ ഈ വട്ടത്തിൻ്റെ അകത്തുണ്ട്. വിഡ്ഢികൾ എന്നുള്ളത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഭ്രാന്തന്മാർക്കുള്ളതാണ് സൈക്കാട്രിസ്റ്റുമാരെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൂട്ടം വിവരം കെട്ട വിഡ്ഢികൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ആ വിഡ്ഢികൾ ഈ സൊസൈറ്റിയെ ശരിയാക്കുന്നില്ല. അവിടെ കൂനിന്മേൽ കൂനെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഇങ്ങനെ പോവാനാണ് വിടുന്നത്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, അങ്ങനെയല്ല കാര്യങ്ങൾ. സൈക്കാട്രിസ്റ്റുമാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഒട്ടുമിക്ക ഫാമിലിയുള്ള ഇഷ്യൂസിനൊക്കെ അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയും. ഉസ്താദന്മാർക്കും സാധിക്കും. അവർ തരുന്ന ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. മേ ബി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഹോർമോണൽ ബാലൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവർ തന്നാൽ അത് കഴിക്കണം. അല്ലെങ്കിൽ ആ വികൃത സ്വഭാവം കൊണ്ട് എന്നും ജീവിക്കും. ഇങ്ങനെ ഒരു കൂട്ടം കഥകൾ ഒരു സംശയരോഗത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാൾ അപ്പം പറയുകയാണ്, നിങ്ങൾക്ക് സംശയരോഗമുണ്ട്, നമുക്കൊന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വരുന്നില്ല. എന്നെ അങ്ങ് ഭ്രാന്തന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകരുതെന്നാണ്, എനിക്കൊരു വട്ടുമില്ല എന്നാണ്. ഈ ഒരു വർത്തമാനം ഇവിടുത്തെ ആളുകളിൽ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഇത് ഒരുപാട് പേരുന്ന വായുന്നത് കേൾക്കുന്നുണ്ട്. ഷെഡിയിൽ തൂറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം തീട്ടപ്പണ്ടാരങ്ങൾ. ഇപ്പോൾ എനിവേ നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ്. ഇനി ഇൻഷാ അല്ലാഹ് നല്ല വേറെ വല്ല ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ദ്വീപിൽ സമാധാനവും സന്തോഷമുള്ള കുടുംബങ്ങൾ ഉണ്ടാവട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകത്തുള്ളൂ. മനസ്സ് നോട്ട് ഓക്കെ ആണെങ്കിൽ എല്ലാം ഫ്ലോപ്പായി പോകും. ഓക്കെ, ശരി. ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാ സഹായം ഞാൻ ചെയ്യാം. ഇതെൻ്റെ നമ്പറാണ്. കുറഞ്ഞ ചിലവിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം.